ഈ കത്ത് അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണം അന്ന് അത്രമാത്രം പത്രങ്ങളും മാധ്യമങ്ങളും ഈ നക്സൽ പ്രസ്ഥാനത്തിനെ ബഹിഷ്കരിക്കുക മാത്രമല്ല അവരെ വികൃതമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. രാമചന്ദ്രൻ നായർ ഇത് നിഷേധിക്കുന്നുവെങ്കിൽ ഇന്നെ സംബന്ധിച്ച സ്ഥിതിവിശേഷം എന്താവും എന്നതിനെ സംബന്ധിച്ച വേവലാതിയായിരുന്നു എനിക്ക് കുറേ ദിവസങ്ങളോളം. രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച പ്രശ്നം വരുന്നത് ആദ്യമായിട്ട് ഇവിടെ ഒരു പോലീസ് അസോസിയേഷൻ ഉണ്ടാക്കിയ ആദ്യ കാലമാണത്. ആ കാലത്ത് പോലീസ് അസോസിയേഷനിൽ യഥാർത്ഥത്തിൽ പോലീസിലുണ്ടായിരുന്ന യഥാർത്ഥ പുരോഗമനകാരികൾ തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരോടും വിപ്ലവത്തിനോടും ഒക്കെ വലിയ അനുഭവമുള്ളവരായിരുന്നു അവർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മർദ്ദനം സഹിക്കവയ്യാത്ത, അവരുടെ അപരിഷ്കൃതമായ പെരുമാറ്റം സഹിക്കവയ്യാത്ത ആണ് അന്ന് പോലീസ് അസോസിയേഷൻ ഉണ്ടാക്കി. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ വാലായിട്ടുള്ള അസോസിയേഷൻ ആയിരുന്നില്ല അത് അഴുകിപ്പോയതാണ്. പക്ഷെ അന്ന് പോരാളികളായിരുന്നു അത് ഉണ്ടാക്കിയത്. അവരാണ് ഈ രാമചന്ദ്രൻ നായരുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അവർ എൻ്റെ അടുത്ത് വന്ന് അന്വേഷിക്കുകയാണ്. രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ, അയാൾ എം എസ് പിയിൽ ഉണ്ടായിരുന്നു. CRP ഉണ്ടായിരുന്ന സമയത്ത് ആണ് സഖാ വർഗീസിനെ വെടിവെച്ചിട്ടുള്ളത്. ആ വെടിവെച്ച ആൾ തന്നെയാണ് രാമചന്ദ്രൻ നായർ. അത് അങ്ങേറ്റം നീചമായിട്ടുള്ളൊരു കാര്യമായി പോയി താൻ ചെയ്തതെന്ന് അങ്ങേറ്റത്തെ മനസാക്ഷിക്കുത്തുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിങ്ങളോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വാസോട്ടൻ അദ്ദേഹത്തെ കാണാൻ തയ്യാറാകുമോ എന്നാണ് അവർ ചോദിച്ചത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിച്ചു, ഞാൻ അദ്ദേഹത്തെ കാണാൻ തയ്യാറാണെന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ ബീച്ചിൽ വെച്ച് രാമചന്ദ്രൻ നായർ ആയിട്ട് സംസാരിക്കുന്നത്. ഏറെക്കുറെ ഒരു മണിക്കൂർ നീണ്ടു നിന്ന സംഭാഷണത്തിന് ശേഷം ഞാൻ രാമചന്ദ്രൻ നായരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം എനിക്ക് എഴുതിത്തരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം എന്ന് അദ്ദേഹം സമ്മതിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജയദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ, അപ്പോഴേക്കും അദ്ദേഹം ലോക്കൽ പോലീസിൽ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് MSPയിലായിരുന്നു തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എഴുതി കൊടുത്തയച്ചു. അത് അന്ന് ഉടനെ തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു. ഈ കത്ത് അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണം അന്ന് അത്രമാത്രം പത്രങ്ങളും മാധ്യമങ്ങളും ഈ നക്സൽ പ്രസ്ഥാനത്തിനെ ബഹിഷ്കരിക്കുക മാത്രമല്ല അവരെ വികൃതമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അത് പത്രത്തിൽ അന്ന് പ്രസിദ്ധീകരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ കൊടുത്താൽ അവർ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലത്താണ് ഞാൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇത് കിട്ടുന്നത്. അങ്ങനെ ഞാനത് അളമറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് കുറച്ച് ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എന്നോട് എവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞു. ഈ വർഗീസ് മാരാവ് ബുക്ക് സ്റ്റാൾ കണ്ടവർക്ക് അത് മനസ്സിലാവും. നിരവധി പെട്ടികളും അളമാരയൊക്കെയുള്ള ഒരു സ്ഥലമാണത്. അങ്ങനെ പിന്നീട് അതെനിക്ക് കിട്ടുന്നത് ഏറെക്കുറെ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഈ 20 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അന്തരീക്ഷം ആകെ മാറിക്കഴിയും. ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റും എന്നുള്ള നിലയിൽ ഞാനത് മാധ്യമത്തിന് അന്നത്തെ അതിൻ്റെ ചീഫ് റിപ്പോർട്ടർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അവരത് പ്രസിദ്ധീകരിക്കുന്നതിൽ കുറച്ചൊരു കെയർലെസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു 6 മാസം അത് അങ്ങനെ തന്നെ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് വേണു എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന് ഈ സഖാ വർഗീസിൻ്റെ മരണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എഴുതേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്
അതിനെ സംബന്ധിച്ച് എന്നോട് അന്വേഷിക്കാനാണ് അദ്ദേഹം വന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ഈ രാമചന്ദ്രൻ നായർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ആ എഴുത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് രാമചന്ദ്രൻ നായർ എഴുതിയിട്ടുള്ള കത്ത് എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞു. എന്തായാലും ആ കാര്യം കെ വേണു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോഴേ അതോടനുബന്ധിച്ച് തന്നെ പത്രക്കാർ എന്നോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. ഈ കാര്യത്തിൽ അപ്പോഴേക്കും മാധ്യമം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ കത്ത് അങ്ങനെ തന്നെ മാധ്യമം പ്രസിദ്ധീകരിച്ചു. മനോരമയും പിന്നീട് അത് പ്രസിദ്ധീകരിച്ചു. പിന്നീടല്ല, തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് 2 മനോരമയും മാധ്യമവും അത് പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഏതൊക്കെ പത്രങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പത്രങ്ങളിൽ അത് വന്നതിനോടുകൂടി എനിക്കൊരു വേറൊരു വേവലാതിയായി. എന്താണെന്ന് വെച്ചാൽ, ഇത് രാമചന്ദ്രൻ നായർ എന്തായാലും ജീവിച്ചിരിക്കുന്നുണ്ട്. 10-20 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനോഭാവം ഇപ്പോഴെന്താണെന്ന് അറിയില്ല. അദ്ദേഹം ഇപ്പോഴും പോലീസിലുണ്ട് എന്നുള്ളൊരു ധാരണ മാത്രമാണ് എനിക്കുള്ളത്. അപ്പം ഈ മാറിയ പരിതസ്ഥിതിയിൽ രാമചന്ദ്രൻ നായർ ഇത് നിഷേധിക്കുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ച സ്ഥിതിവിശേഷം എന്താവും എന്നതിനെ സംബന്ധിച്ച വേവലാതിയായിരുന്നു എനിക്ക് കുറേ ദിവസങ്ങളോളം. അപ്പം പിന്നെ പെട്ടെന്നാണ് ഒരു ദിവസം മനോരമയിൽ രാമചന്ദ്രൻ നായരെ കണ്ടെത്തിയിരിക്കുന്നു, അദ്ദേഹം കൊല്ലത്ത് ഉണ്ട് എന്നും അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട് മനോരമ ലേഖകനെന്നും ആ സംസാരത്തിൽ അദ്ദേഹം ഇപ്പോഴും ആ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം എനിക്കിങ്ങനെ കത്ത് എഴുതി തന്നിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുവെന്നും അതെല്ലാം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഇപ്പോഴും ഉറച്ച് പറയുന്നു എന്നായിരുന്നു മനോരമ റിപ്പോർട്ട്. ഇതിന് ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ഇതാണ് പിന്നീട് ഉള്ളതെല്ലാം ചരിത്രമാണ്. അതിനെ സംബന്ധിച്ച കേസുകൾ വന്നു. അതിലെല്ലാം ഞാൻ സാക്ഷി പറഞ്ഞു. അതെല്ലാം ഒന്നാം സാക്ഷി എന്നുള്ള നിലയിൽ എൻ്റെ സാക്ഷി ആ കേസിൽ വളരെ പ്രധാനമായിരുന്നു. പിന്നീടുള്ള ഒരു സാക്ഷി കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിട്ട് മാറി. അത് ഞാൻ പ്രതീക്ഷിച്ചല്ല. അനീഫ എന്ന് പറഞ്ഞിട്ടുള്ള രാമചന്ദ്രൻ നായരെ കൂടെയുള്ള ഒരു പോലീസുകാരൻ, അദ്ദേഹം രോഗശയ്യയിൽ നിന്നാണ് ആ സാക്ഷിമൊഴി കൊടുക്കുന്നത്. ഇതെല്ലാം പാടി ഒത്തു വന്നതിനോട് കൂടി ചരിത്രം സൃഷ്ടിച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ആയിരക്കണക്കിന് ഏറ്റുമുട്ടൽ കൊലകൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. വർഗീസിൻ്റെത് ചരിത്രമായി മാറി. അത് ശിക്ഷിക്കപ്പെട്ടു. അതിന് ഭരണകൂടം നഷ്ടപരിഹാരം കൊടുത്തു. അതൊരു വലിയ സംഭവമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വർഗീസുമായിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനം മാത്രമല്ല, ഈ കേസും എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം തന്നെയാണ്.